ഹായ് ഹലോ, ഇന്ന് എളുപ്പത്തിൽ ഒരു തട്ടിക്കൂട്ട് ബീഫ് മന്തി തയ്യാറാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ ബേ ലീഫ്, പെരുംജീരകം, ചെറിയ ജീരകം ഇവയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സബോള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സബോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക സബോള. ഇനി അതിലേക്ക് ഉള്ളി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറോ ഒന്നും ചേർക്കാത്ത കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുന്നതാണ്. കുട്ടികൾ 2 ദിവസമായി വഴക്കുണ്ടാക്കുന്നത് മന്തി വെച്ച് തന്നപ്പോൾ കറി വെക്കാൻ എടുത്ത ബീഫ് വെച്ച് തയ്യാറാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് അങ്ങനെ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് ബീഫ് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക. 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, കുരുമുളക് പൊടി അല്പം ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1.5 സ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് അല്പം മന്തി മസാല വീട്ടിൽ തന്നെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇറച്ചിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അല്പം വെള്ളം ചേർത്തിട്ടുള്ളേ. ഇത് ചോറ് തയ്യാറാക്കാനായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് പട്ടയും ഏലക്കയും പിന്നെ കുരുമുളക് പിന്നെ നാരങ്ങ ഇവയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതിലേക്ക് അല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ ഇതാപ്പോഴത്തേനും ബീഫ് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ മസാലയൊക്കെ ഇതാക്കി ഇറച്ചി മാത്രം കോരിയെടുക്കുകയാണ്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട്. അങ്ങനെ ഇതാ ബീഫൊക്കെ മൊത്തം കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ചോറ് തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ഇറച്ചി വേവിച്ചതിൻ്റെ ആ മസാലയൊക്കെ ഉണ്ടായിരുന്നു അത് ചോറ് നീക്കി 2 സൈഡിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളറിന് പകരം മഞ്ഞൾപ്പൊടിയിൽ നാരങ്ങ നീര് ആക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ നടുക്കായിട്ട് പച്ചമുളക് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. സ്മോക്ക് ചെയ്യുന്നില്ല. ഇനി ചെറുതീയിൽ 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇത് അടിപൊളി മന്തി തയ്യാറായിട്ടുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.